ഗൾഫ് 18 പ്രവാസി ശബ്ദം ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2 പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ഇന്ന് നിർണായക ദിവസമായിരുന്നു. AI ക്യാമറ ഇന്നു മുതൽ പിഴ ഈടാക്കി തുടങ്ങി. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ K-ഫോണിന്റെ ഉദ്ഘാടനം നടന്നു. റോഡ് അപകടരഹിത സംസ്ഥാനം ലക്ഷ്യമിട്ടാണ് AI പദ്ധതിയെന്ന് സർക്കാർ പറയുന്നു. ആദ്യ ദിനം 28,891 നിയമലംഘനങ്ങളാണ് ക്യാമറയിൽ കുടുങ്ങിയത്. ആദ്യ ദിനം തന്നെ നിയമലംഘനങ്ങൾ കുറഞ്ഞത് ശുഭസൂചനയെന്ന് മന്ത്രി പറയുമ്പോൾ സാധാരണക്കാരനെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ക്യാമറയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തുടക്കം മുതൽ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷം. K-ഫോൺ മികച്ച നേട്ടമായി സർക്കാർ അവതരിപ്പിക്കുമ്പോൾ ഉദ്ഘാടന ചടങ്ങ് ധൂർത്തെന്ന് കാട്ടി വിട്ടുനിൽക്കുകയായിരുന്നു പ്രതിപക്ഷം. ഈ വിഷയമാണ് ഗൾഫ് 18 ഇന്ന് പരിശോധിക്കുന്നത്. വികസനത്തെ വിവാദത്തിൽ മുക്കുന്നു. ശ്രീ YA റഹീമും ശ്രീ NK കുഞ്ഞഹമ്മദുമാണ് ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. ശ്രീ YA റഹീം ഒപ്പം തന്നെ ശ്രീ NK കുഞ്ഞഹമ്മദ്. ഈ 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെയും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. നിങ്ങളും അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെന്ന് അറിയാം. പക്ഷേ നമുക്ക് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വികസന വിഷയമായി ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. കാരണം നമുക്ക് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിൽ ചർച്ച ചെയ്താൽ തീരുന്നതല്ല ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ. ആദ്യം ശ്രീ YA റഹീം, നിങ്ങൾ പ്രവാസികൾ കേരളത്തിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ വികസനവുമായി ചേർന്ന് കാലങ്ങളായി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിനൊപ്പം എത്താൻ മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ ചുവട് വയ്ക്കുകയാണ് കേരളം, നമ്മുടെ രാജ്യം. അതിൽ ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ളത് റോഡ് അപകടങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തെ വല്ലാണ്ട് എണ്ണത്തിൽ കൂടി വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ ഭാഗമായി AI ക്യാമറകൾ കൊണ്ടുവരുന്നു. നിയമലംഘനങ്ങൾ കർശനമായി പിടികൂടുക, അതിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം K-ഫോൺ പദ്ധതിയാണ് സാധാരണക്കാരന് വരെ ഇന്റർനെറ്റ് അവകാശമാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരമൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ സ്വപ്ന പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നേട്ടങ്ങളായാണ് സർക്കാർ പറയുന്നത്. മറ്റ് ആരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ ഇത് ഈ സർക്കാരിന്റെ നേട്ടവും സംസ്ഥാനത്തിന്റെ നേട്ടവുമായി അംഗീകരിക്കുക അല്ലേ ഓരോ വ്യക്തികൾക്കും ചെയ്യാനാവുക? തീർച്ചയായും ഇത് റോഡിന്റെ സുരക്ഷയ്ക്കും അപകടങ്ങൾ കുറയ്ക്കാനും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാനും കുഞ്ഞുമുഹമ്മദ് സാഹിബും ഒക്കെ ജീവിക്കുന്ന UAE-യിലും അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നടപ്പാക്കിയ പദ്ധതിയാണ്. ഇപ്പോഴ് നമ്മളിത് നടപ്പാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ റോഡുകൾ ഇത്തരം AI ക്യാമറകൾ വഴി നിരീക്ഷിക്കുമ്പോൾ ഈ റോഡുകളൊക്കെ ഫലപ്രദമായി ആളുകൾക്ക് വാഹനം ഓടിക്കാൻ തക്ക പാകത്തിലാണോ എന്ന അടിസ്ഥാനപരമായ സൗകര്യമില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച അഴിമതി രഹിതമായ പ്രൊജക്റ്റ് ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായും നല്ലതാണ്. പക്ഷെ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ ഈ 2 പദ്ധതിയിലും K-ഫോണിലായാലും AI ക്യാമറയിലായാലും വ്യാപകമായ അഴിമതി നടന്നു എന്ന് തെളിവുകൾ സഹിതം പ്രതിപക്ഷം പറയുന്നു. ഇവരത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വല്ലാതെ പാടുപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് ഈ പുരോഗമനപരമായ കാര്യങ്ങളും വികസനവും റോഡ് സുരക്ഷയും നമ്മുടെ അപകടമില്ലായ്മയും ചെയ്യുന്നതിനുള്ള പദ്ധതികളും ഒക്കെ വളരെ നല്ലതാണ്. ഈ ഗവൺമെന്റ് അത് നടപ്പാക്കിയാൽ അഴിമതി രഹിതമാണെങ്കിൽ, അതുപോലെ തന്നെ സുതാര്യമാണെങ്കിൽ അതിനെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ വളരെ അത്യാവശ്യമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വരേണ്ട വികസന പ്രക്രിയകളാണ്. പക്ഷെ അതിലെ വ്യാപകമായ അഴിമതി അത് ഇല്ല എന്ന് ഈ സർക്കാരിന്, പ്രതിപക്ഷത്തെയും അതിനൊപ്പം കേരളത്തിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സർക്കാരിന്റെ ഈ പദ്ധതി വിജയകരമായിരിക്കുന്നു, ആ പദ്ധതി നല്ലതാണ്, അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഇപ്പൊ തന്നെ പല സുരക്ഷാ കാരണങ്ങളിലും മന്ത്രിമാർക്കൊക്കെ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പല കുട്ടികളുടെ കാര്യത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു. കുട്ടികളെ ഒളിച്ചു വെച്ചുകൊണ്ടും ചാക്കിൽ കെട്ടിയോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ ജനങ്ങളും പോയിട്ടുണ്ട്. അപ്പൊ ഒരു സ്കൂട്ടറോ ഒരു ചെറിയ വാഹനമോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക്, അവർക്ക് 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോകാനുള്ള നിയമപരമായ നടപടികളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു സ്കൂട്ടർ വാങ്ങാനോ ഒരു ബൈക്ക് വാങ്ങാനോ പോലും ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ വല്ലാതെ പാടുപെടുന്ന പാവപ്പെട്ടവരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അപ്പൊ ഞാനിത് പറയുന്നത് അഴിമതി രഹിതമാണ്, ഇത് സുതാര്യമാണ്
എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഫൈൻ വാങ്ങാനുള്ള പിഴ ഈടാക്കി ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു സംഭവമായി ഇതിനെ മാറ്റാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പദ്ധതി നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ NK കുഞ്ഞഹമ്മദ്, ഇവിടെ ഇപ്പോൾ അഴിമതി എന്ന ആരോപണം അത് ജനങ്ങളെ അഴിമതിരഹിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ടോ എന്ന ചോദ്യം അത് മാറ്റി നിർത്തി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു വിഷയം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം എന്നതാണ്. നമുക്കറിയാം, ഈ AI ക്യാമറ വരുന്നു എന്ന് വന്നപ്പോൾ അതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ആശങ്ക നിലനിന്നത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടാണ്. ഒന്നോ രണ്ടോ കുട്ടികളുള്ള ഒരു കുടുംബത്തിന് ആ കുട്ടികളെ വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, കുടുംബത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. താങ്കൾ പ്രവാസ ലോകത്താണല്ലോ കുറെ അധികം നാളായി. നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ വലുതായിട്ട് നടന്നിട്ടുള്ള രാജ്യങ്ങളാണ്. 3-4 അംഗങ്ങളുള്ള കുടുംബത്തിന് മെട്രോ സംവിധാനങ്ങളുണ്ട്. അവർക്ക് ഒരുമിച്ച് പോകാനും അവിടെ നിന്ന് കണക്റ്റഡ് വണ്ടികളും വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകും സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇരുചക്ര വാഹനത്തിന് ഇങ്ങനെ ജീവൻ പണയം വെച്ച് നടക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആ രീതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അതില്ലാത്ത ഒരിടത്ത് ഇത്തരം നിർബന്ധിത പണപ്പിരിവ് ലക്ഷ്യമിട്ടുള്ള ഏർപ്പാട് വേണമോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരന് ഇരട്ടി ഭാരമല്ലാതെ അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും സമ്മാനിക്കുമോ? കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലൊന്ന് AI ക്യാമറ എന്ന സംവിധാനം ഇന്നത്തെ ഈ 5-ാം തീയതിയോടെ നിലവിൽ വന്നിരിക്കുകയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 14 ജില്ലകളായിട്ട് 675ഓളം ക്യാമറകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്യാമറയെ ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പം കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾ മുമ്പുള്ള കേരളമല്ല ഇപ്പോഴും. ആ കേരളത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിനകത്ത് ഇപ്പം നമ്മുടെ സാധാരണ ഒരു വീടുകളിൽ കുടുംബത്തിൽ ഇട്ടുപോയി കഴിഞ്ഞാൽ 2-3 വീട് കാറോ അല്ലെങ്കിൽ ബൈക്കോ അതുപോലും സാധനമില്ലാത്ത ഒരു വീട് ഇപ്പം കാണാൻ വേണ്ടി കഴിയില്ല. ഒരു ആവറേജ് ഒരു വീട് നോക്കി ഒരു പക്ഷേ ഒരു ബൈക്കും ഒരു കാറും ഒക്കെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമ്മുടെ ഒരു 10 വർഷത്തെ മുമ്പുള്ള കേരളമല്ല ഇപ്പോഴും. ഇപ്പൊ ഒരുപാട് മാറിയിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് കേരളം മാറേണ്ടതായിട്ടുണ്ട്. കേരളം മാറുന്നതിന് ഭാഗമായിട്ട് തന്നെ കേരളത്തിന്റെ റോഡ് വികസനം ത്വരിതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു 4-5 വർഷം മുമ്പുള്ള റോഡിന്റെ വികസനമല്ല ഇന്ന് കേരളത്തിനകത്ത്. ഏത് മേഖലയ്ക്കകത്ത് പോയി കഴിഞ്ഞാലും ഒരു വലിയ വികസനമാണ് റോഡിന്റെ കാര്യത്തിൽ പോയി കാണാൻ വേണ്ടി കഴിയും. അതുമാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾക്ക് സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് ഇതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വലിയ വലിയ വില കൊടുക്കേണ്ട ഘട്ടം ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. അവിടെ നമ്മൾ ഒരുപക്ഷെ ഇപ്പൊ നമുക്കറിയാം, ഒരു 10ാം ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞ കുട്ടി പിന്നെ +2 പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ രക്ഷിതാവ് ഒരു കുട്ടി ബൈക്ക് വാങ്ങി കൊടുക്കുകയാണ്. 18 വയസ്സാവൂല. അപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടി ബൈക്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് സ്പീഡും കാര്യങ്ങളും നോക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ ബൈക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, കാറിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിനകത്ത് റോഡ് സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റോഡ് സുരക്ഷ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ AI ക്യാമറ സ്ഥാപിച്ചത്. ഈ AI ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിനകത്ത് വലിയ വിവാദങ്ങൾ കഴിഞ്ഞാൽക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് ആ AI ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് അത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏത് വികസനങ്ങൾ, ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വയ്യേറക്കി. ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് വർഷം ഒരുമിച്ച് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക ലക്ഷ്യമിട്ടാണ്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ പ്രയോറിറ്റികൾ എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? ഇവിടെ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണം, വേഗത്തിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉറപ്പാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമുക്ക് കൊച്ചിയിൽ മാത്രമാണ് മെട്രോ സംവിധാനമുള്ളത്. അത് മെട്രോ നിലവിൽ വന്ന് ഇത്ര വർഷമായിട്ടും അതിന്റെ അനുബന്ധമായ മറ്റ് സംവിധാനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അതിന്റെ പൂർണ്ണ ഫലം ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ശക്തിമത്താക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് തിരക്കേറിയ നഗരങ്ങളുടെ കാര്യം എങ്ങനെയാണ് ഒരു കുടുംബം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിച്ച് ജോലിക്ക് പോകാൻ ഒരു അച്ഛനും അമ്മയ്ക്കും കഴിയുക? 1-2 കുട്ടികൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ സാധ്യമാകും ഇപ്പോഴത്തെ അവസരത്തിൽ?
നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കേരളം പോലത്തെ ജനസംഖ്യയിൽ ഒരുപാട് കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്. കേരളം ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസനത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആ മാറ്റത്തെ ഏതെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തടയാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ വയ്യേറെയും പറഞ്ഞു, കാരണം വളരെ കൃത്യമായിട്ടും ഇതിനകത്ത് അഴിമതി കാര്യം നാട്ടിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അഴിമതി നടന്നു എന്നുള്ളതാണ്. അല്ലെ, അഴിമതി എന്നുള്ള ചർച്ച നടക്കുന്നുള്ള ഈ പരിപാടി മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പരിപാടി ഒരിക്കലും തന്നെ മോശമാകാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ വികസനത്തിന്, ഇന്നത്തെ കേരളത്തിന്റെ കുതിപ്പിന് അത്യാവശ്യമാണ് ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ശ്രീ വൈ എ റഹീം, ഇവിടെ ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ കണക്ക്, ഇന്ന് രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയുള്ള കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 28,891 നിയമലംഘനങ്ങൾ. ഇന്ന് അർദ്ധരാത്രി വരെയുള്ള കണക്കെടുത്താൽ പോലും അത് ഇന്നലത്തെ 1,93,000 നിയമലംഘനങ്ങൾക്കൊപ്പം എത്തില്ല എന്നതാണ് അനുമാനം. അതായത് ഇന്ന് പിഴ ഈടാക്കി തുടങ്ങുന്ന ദിവസം തന്നെ ജനങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കുന്നു. അവർ നിയമലംഘനങ്ങളിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പിഴയില്ലാതെ ഏർപ്പെടുത്തിയിരുന്ന ആദ്യ ദിവസങ്ങളിൽ 4 ലക്ഷത്തിലധികം നിയമലംഘനങ്ങൾ നമ്മളുടെ നിരത്തുകളിൽ നടന്നു. എത്ര ജീവനുകളാണ് നിരത്തുകളിൽ പൊലിയുന്നത്? അപ്പോൾ ഏറ്റവും അനിവാര്യമായ ഒരു പദ്ധതി എന്ന് തന്നെ വേണ്ടേ നമ്മൾ ഈ AI ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ നീങ്ങുമ്പോൾ അതിനെ കാണേണ്ടത്? അതിനെ അഴിമതികൾ ചൂണ്ടിക്കാട്ടണം, വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം, അതിലെ ശരിയെന്ത് തെറ്റെന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം പ്രതിപക്ഷം ഇടപെടണം. അതിനപ്പുറം തുറന്നെതിർക്കുക, രാഷ്ട്രീയം വെച്ച് തുറന്നെതിർക്കുക എന്നൊരു സമീപനം അത് മോശമല്ലേ? തീർച്ചയായും നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സംസ്ഥാനമാണ്. കേരളീയർ ലോകമെമ്പാടും വ്യാപകമായി ജോലി ചെയ്യുന്നതിൽ വളരെ കൗതുകരമായ ഒരു ഉയർച്ചയാണ് കാണിക്കുന്നത്. അമേരിക്കയില് സ്പേസ് ടെക്നോളജി മുതൽ ഗൾഫിൽ വരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയ ഒരു HR സമൂഹമാണ് കേരളീയർ. പക്ഷെ കേരളം മാത്രം വളരുന്നില്ല. കേരളത്തിലെന്നും വിവാദമാണ്. ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷം എന്ന നിലയിൽ സ്വീകരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ വികസനത്തെ തടയാനും ഇത്തരം എതിർപ്പുകൾക്കും വളരെയേറെ മുന്നിൽ നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന്റെ മുന്നണിയുടെയും വാക്താവാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ കുഞ്ഞു മുഹമ്മദ്. ഞാനിത് പറയുന്നത് ഏത് വിഭാഗത്തിന്റെ എതിർപ്പായാലും ശരി, എന്ത് കാര്യമായാലും ശരി, റോഡ് സുരക്ഷ, അപകടം കുറയ്ക്കൽ, അങ്ങനെയുള്ള ഏറ്റവും മർമ്മപ്രധാനമായ മനുഷ്യരുടെ ജീവനെ രക്ഷിക്കുന്ന തരത്തിലുള്ള AI ക്യാമറ പോലുള്ള പദ്ധതികൾ തീർച്ചയായും നാടിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അത് നടപ്പാക്കുക തന്നെ വേണം. അതേസമയം തന്നെ ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടന്നു എന്നും ഇതിലെ ഓരോ പാർട്സും ഓരോ ക്യാമറയും ഇതിന്റെ ഓരോ കാര്യങ്ങളും ഇന്ന കമ്പനിയിൽ നിന്ന് വാങ്ങണം. എനിക്ക് വ്യക്തമായി കമ്പനിയുടെ പേരൊക്കെ അറിയാം. ഞാൻ ഇതൊന്നും പറഞ്ഞൊരു വിവാദത്തിനില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വ്യക്തമായി ഇതിനകത്ത് അഴിമതിയുണ്ട്. ഈ സാധനങ്ങൾ വാങ്ങുന്നത് ഇന്ന ഏകപക്ഷീയമായ മൊണോപ്പൊളിയായ ഒരു കമ്പനിയിൽ നിന്ന് വേണം എന്നൊക്കെയുള്ള നിഷ്കർഷ വന്നു എന്ന കമ്പനിയിൽ വോട്ട് ചെയ്ത് കിട്ടാതിരുന്നവർ പോലും പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി AI ക്യാമറ, ഫോണ്, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. പക്ഷേ അത് അഴിമതി നടത്താനുള്ള ഒരു പദ്ധതിയായി അതിനെ ഗവൺമെന്റ് കാണാതിരിക്കണമെങ്കിൽ അത് കാണുന്നില്ല എന്ന് ജനങ്ങളെയും പ്രതിപക്ഷത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രം മതി. ഈ പദ്ധതിയെ ഞങ്ങളെല്ലാം കേരളീയ ജനങ്ങളെപ്പോലെ വിദേശത്ത് ജീവിക്കുന്ന ഞങ്ങളും ഈ പദ്ധതിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യും. പക്ഷേ കണ്ടീഷനിലാണ് അഴിമതി രഹിതമായിരിക്കണം ഈ പദ്ധതികൾ. തീർച്ചയായും. ശ്രീ NK കുഞ്ഞഹമ്മദ്, ഇവിടെ ഇപ്പോൾ ഒഡീഷയിൽ ബലേശ്വറിൽ ഉണ്ടായ അപകടത്തെക്കുറിച്ച് താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സിഗ്നൽ സംവിധാനത്തിലുണ്ടായ പോരായ്മകൾ അതുണ്ട്. അത് മാറ്റി നിർത്തി മറ്റൊരു കാരണം പറയുന്നത് നമ്മളുടെ റെയിൽവേ സംവിധാനത്തിന് താങ്ങാനാവുന്നതിലപ്പുറം വാഹനങ്ങൾ, ട്രെയിനുകൾ ഓടിക്കുകയാണ്. പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാലും മറ്റ് പല ലക്ഷ്യങ്ങളാലും അത്തരം തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ കോൺസെൻട്രേഷൻ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്നതിലാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ നമ്മൾ അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ടുന്ന, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടുന്ന മാർഗങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് പകരം മറ്റ് ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് ഈ അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇവിടേക്ക് വന്നാൽ, കേരളത്തിന്റെ കാര്യമെടുത്താൽ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ
നമ്മളുടെ റോഡുകൾ ഏതവസ്ഥയിലുള്ളതാണ്? ഒരു ദേശീയപാത വികസനം നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. അതിനും അപ്പുറം താങ്കൾ സൂചിപ്പിച്ചു, +2 പാസ്സാവുന്ന ഒരു കുട്ടി ബൈക്ക് എടുക്കുന്നു. കുറെ അധികം കുടുംബങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതിന് പ്രാപ്തരായവരുണ്ട്. അത്രയധികം വാഹനങ്ങൾ താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മളുടെ റോഡുകൾക്കുണ്ടോ എന്നത് പരിശോധിക്കണ്ടേ? എന്തുകൊണ്ട് റോഡ് അപകടങ്ങൾ കൂടുന്നു എന്നതിന് ഒരു കാരണം വർദ്ധിക്കുന്ന വാഹനങ്ങളുടെ എണ്ണമാണ്. അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മളുടെ റോഡുകൾക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ ആ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകണമല്ലോ. അപ്പോൾ നമ്മളുടെ സാഹചര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്, ഏറ്റവും അനുയോജ്യമായത് ഏതാണ്, ഏറ്റവും അത്യാവശ്യം ഏതാണ് എന്ന് കൂടി കണ്ടുകൊണ്ട് വേണ്ടേ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ? അല്ല, ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പൊ നമ്മുടെ വയ്യേറയും ഞാനൊക്കെ തന്നെ, ഞാൻ ഏതാണ്ട് 25 വർഷമായിട്ട് ഇപ്പം പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. അവിടുത്തെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ക്രമീകരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഞങ്ങൾക്കൊക്കെ തന്നെ ധാരണയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്രമാത്രം ഈ റോഡ് അപകടങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. അവരെ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിനകത്ത്, കേരളം പോലെ ഇന്ത്യ പോലെ സ്റ്റേറ്റിനകത്ത്, പ്രത്യേകിച്ചും കേരളം പോലെ സംസ്ഥാനത്തിനകത്ത് ആ തരത്തിലെ ത്വരിതഗതിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല ശ്രീ NK കുഞ്ഞഹമ്മദ്, ഒരേ വരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു റോഡുണ്ടോ അവിടെ താങ്കൾ നിൽക്കുന്ന രാജ്യങ്ങളിൽ? ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും തന്നെ ഗൾഫ് മനുഷ്യനെ മരിക്കാൻ പറഞ്ഞു വിടുന്നത് പോലെയാണ് ഒരേ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഓടുന്നത് ഇന്ത്യൻ നിരത്തുകളിൽ. അങ്ങനെ നമ്മൾ താരതമ്യപ്പെടുത്താൻ വേണ്ടി പാടില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഇപ്പൊ റോഡ് വികസനം, ഇപ്പൊ ദേശീയപാത വികസനം, ഞാൻ ചോദിക്കട്ടെ, ഈ ദേശീയപാത കൊണ്ടുവരുന്ന സമയത്ത് അത് അഴിമതി പറഞ്ഞ് തീർത്ത ആളുകളാണ്. ഇപ്പൊ ദേശീയപാതയുടെ എത്ര ശതമാനം കഴിഞ്ഞു, എത്രമാത്രം മാധ്യമങ്ങൾ തന്നെ കാസർഗോഡ് ഇങ്ങോട്ടുള്ള അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് കാണിച്ചു തുടങ്ങിയല്ലോ. കേരളത്തിനകത്ത് ഏത് റോഡുകളുടെ വികസനമാണ് ഇപ്പൊ നടക്കാത്തത്? മുമ്പത്തെ പോലെയാണോ കേരളത്തിനകത്ത്? വെറുതെ നമ്മൾ പറഞ്ഞു, നമുക്ക് അനുഭവം ഉണ്ടല്ലോ. ഈ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് കേരളത്തിനകത്ത് റോഡ് വികസനം നടക്കുന്നുണ്ട്. റോഡ് വികസനം നടക്കുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ കൂടും. വാഹനങ്ങൾ കൂടുന്ന സമയത്ത് നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കണം. അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ കൃത്യമായ ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് അതിനെ അഴിമതിയിൽ മുക്കിക്കൊല്ലാനും വേണ്ടി അത് പറഞ്ഞുകൊണ്ട് അതിനെ പലയിടത്തും തടസ്സപ്പെടാൻ വേണ്ടി നോക്കി. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രമാത്രം അഴിമതി ഉന്നയിച്ചു കഴിഞ്ഞാലും ശരി, ഇത്തരം കാര്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും കേരള സർക്കാരിനുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി, അത് കേരളത്തിലെ ഒരു നല്ല പദ്ധതിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിന് എതിർത്തല്ലോ. ഗ്യാസ് പൈപ്പ് ലൈൻ അത് കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്നത് ഇപ്പോഴും ചോദ്യമല്ലേ? എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്? അതിന് അനുമതി പോലും ഇല്ലായിരുന്നു. പിന്നീട് കുറെ അധികം ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും വീട്ടിൽ നിന്ന് ഇറക്കാനും ഒക്കെ സാധ്യമായി. അത് വലിയ വിഷയമാണ്. നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളല്ലേ ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി നടപ്പാക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. അതെ, അതിലും പ്രധാനപ്പെട്ട നിരത്തുകൾ ഞാൻ ചോദിച്ചുവല്ലോ. ഇത്രയധികം വാഹനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, വാഹനങ്ങളെ താങ്ങാൻ കഴിയുന്നില്ല നമുക്ക് നമ്മുടെ നിരത്തുകൾക്ക്. ആ സാഹചര്യം ഞാൻ ചൂണ്ടിക്കാട്ടില്ല, അത് വികസിക്കണ്ടേ എന്നത്. ശ്രീ വൈറഹീം, ഇവിടെ ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ കാര്യമെടുത്താൽ പലവിധ എതിർപ്പുകളാൽ അത് വൈകി പോവുകയായിരുന്നു. ഫലം എന്താണ്? 10 വർഷം നമ്മളുടെ വികസനം പിന്നോട്ട് പോയി എന്നതൊഴിച്ചാൽ അതിപ്പോൾ എല്ലാവരും അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ഫലത്തിൽ 10 വർഷം നഷ്ടമായി എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, കെ ഫോൺ പദ്ധതി സർക്കാർ ഉടമസ്ഥതയിൽ രാജ്യത്തുള്ള ആദ്യ ബ്രോഡ്ബാൻഡ് സംവിധാനമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെയും കേരള സർക്കാരിന്റെ ഈ നേട്ടത്തെ അഭിമാനപൂർവ്വം അവർ ചൂണ്ടിക്കാട്ടുകയാണ്. കേരളം ഒരു മാതൃകയായി അവർ ചിത്രീകരിക്കുകയാണ്. ആഗോളമാനങ്ങളുള്ള നവകേരള നിർമ്മിതി എന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത്ര അഭിമാനകരമായ പദ്ധതി, രാജ്യത്ത് തന്നെ ആദ്യത്തെ പദ്ധതി, ഓരോ സാധാരണക്കാരനും ഇന്റർനെറ്റ് അവകാശമാക്കുന്ന പദ്ധതി. പ്രതിപക്ഷം ആ ചടങ്ങിൽ പോലും പങ്കെടുക്കുന്നില്ല. എന്ത് പ്രതിപക്ഷ ധർമ്മമാണത്? ഇത്ര വലിയ അഭിമാന പദ്ധതിയിൽ ഒരു സാന്നിധ്യം കൊണ്ടുപോലും പ്രതിപക്ഷം അടയാളപ്പെടുത്താത്തത്. ഇതിനകത്തുള്ള ബേസിക് ഇഷ്യൂ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതിൽ അഴിമതി രഹിതമാണ് എന്ന് പ്രതിപക്ഷത്തെ മാത്രം ബോധ്യപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങളെയെങ്കിലും ബോധ്യപ്പെടുത്തണം. ഇപ്പൊ എന്റെ സുഹൃത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് പറഞ്ഞല്ലോ, ദേശീയപാത വികസനത്തിലും ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ ഞാൻ പിണറായി വിജയൻ സാറിനെ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഈ 2 പദ്ധതികളും കാലവിളംബം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോയതാണ്. അദ്ദേഹം അത് നടപ്പാക്കാനുള്ള ആർജവം കാണിച്ചു. ആ ദേശീയപാതയിലും അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈനിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അത് ഞങ്ങളെല്ലാം പ്രശംസിക്കുകയാണ്. പക്ഷേ കുഞ്ഞഹമ്മദ് സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം,
ഇതേപോലെ UDF ഗവൺമെന്റ് ഒരു എക്സ്പ്രസ് വേ കൊണ്ടുവന്നിരുന്നു 10-24 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ അതിനെ എതിർത്തില്ലാതിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ KRail പദ്ധതിയേക്കാൾ ജനങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് സഞ്ചരിക്കാൻ ഒരു എക്സ്പ്രസ് വേ ഉണ്ടാകുമായിരുന്നു. ഞാനിത് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല. ഒരു ഭരണകക്ഷിയായി ഒരാളുകൾ വരുമ്പോൾ പ്രതിപക്ഷ നിലയിൽ നമ്മളെ പ്രോജക്റ്റിനെ എതിർക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നടത്തിയ ഒരു പക്ഷമാണ് ഇടതുപക്ഷം. അത് നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഈ പദ്ധതിയിലും അത് നേരത്തെ പറഞ്ഞ പോലെ AI ക്യാമറ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെയാണ് K-ഫോൺ. ഇത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുമ്പോൾ ഇത് അഴിമതിരഹിതമാണ്, ഇതിൽ തെല്ലുപോലും അഴിമതിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നടപ്പാക്കിയാൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ വികസന പദ്ധതികളിൽ പിന്തുണയർപ്പിച്ച് കൂടെ നിൽക്കാമല്ലോ. നിങ്ങൾക്ക് അഴിമതി ചൂണ്ടിക്കാട്ടാം, തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം, അത് സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിനപ്പുറം വികസന കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ജനങ്ങൾക്ക് വികസനം എത്തിക്കുന്നതിലെന്ന ഒരു ബോധം സൃഷ്ടിക്കാമല്ലോ. അങ്ങനെ ഒരു പൊതുബോധമെങ്കിലും സൃഷ്ടിക്കുന്നതിൽ തരത്തിൽ പ്രതിപക്ഷം ഇടപെടണമല്ലോ. തീർച്ചയായും പ്രതിപക്ഷം അതിന് സന്നദ്ധമായിരുന്നു. പക്ഷേ ഈ അഴിമതി വന്നപ്പോ മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അദ്ദേഹം മിണ്ടാത്ത എന്താണെന്നുള്ളത് അഴിമതി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ അഴിമതി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നതെങ്കിൽ അത് അഴിമതിയില്ല എന്ന് തുറന്നു പറയാനും, അതല്ല എങ്കിൽ അതിന് അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് അഴിമതി രഹിതമായി ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പ് കൊടുത്താൽ അവർ ഇതുമായി ചേർന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് VD സതീശൻ അവർ പ്രതിപക്ഷ നേതാവായ ശേഷം ഗവൺമെന്റുമായി എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വികസന കാര്യത്തിൽ, വികസനം എന്ന വിഷയത്തിൽ കാര്യത്തിൽ എതിർപ്പുകളില്ല. പക്ഷെ അതിന് പിന്നിലുള്ള അഴിമതിയും മറ്റാരോപണങ്ങളും ആണ് വിഘാതമാകുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വികസനം വേണമെന്ന കാര്യത്തിൽ രണ്ട് പേരും ഒരേ അഭിപ്രായമുള്ളവരാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിനിടെയാണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് എന്നത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അത്ര ശുഭകരമായ സാഹചര്യമല്ല എന്നതുകൂടി ഞാൻ ചൂണ്ടിക്കാട്ടുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ YA റഹീം, ഒപ്പം ശ്രീ NK കുഞ്ഞഹമ്മദ്. ഗൾഫ് 18 പ്രവാസി ശബ്ദം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.